USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2020 ഫെബ്രുവരി മാസത്തിൽ നടന്ന USS പരീക്ഷയിലെ ചോദ്യങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ അവസാനത്തെ ഭാഗമാണ്. കൗവ കായെ കായെ കർത്താ ഹെ, മുർഗ ക്യാ കർത്താ ഹെ, ചുൻകർ ലിഖിയെ. കൗവയുടെ ശബ്ദം കാ കാ എന്ന ശബ്ദമാണ്. മുർഗയുടെ ശബ്ദം ഏതെന്ന് തെരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ കൂ 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 കൂ, ഓപ്ഷൻ ബി ടി 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 ടി, ഓപ്ഷൻ സി ഓട്ടറോം ഓട്ടറോം, ഓപ്ഷൻ ഡി കക്കഡോം കോം കക്കഡോം കോം. ഇവയിൽ ഓപ്ഷൻ ഡി ആണ് മുർഗയുടെ ശബ്ദം എന്നെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ കോയലിൻ്റെയും, ഓപ്ഷൻ ബി തോത്തയുടെയും, ഓപ്ഷൻ സി കബൂത്തറിൻ്റെയും ശബ്ദമാണെന്ന് കൂടി കൂട്ടുകാർ ഓർക്കുക. देखिए ये है दूसरा सवाल, इनमें नामुनासिब लफ्ज़ कौन सा है? डरना, डाकिया, डाक टिकट, डाकघर. यहाँ 4 ऑप्शन है, 4 ऑप्शन നൽകിയിട്ടുണ്ട്. इनमें एक नामुनासिब है. नामुनासिब का माना മുനാസിബ് നഹി ഹെ, യോജിക്കാത്തതാണ്, കൂട്ടത്തിൽപ്പെടാത്തതാണ്. ആ പദം ഏതെന്ന് തെരഞ്ഞെടുത്ത് എഴുതാൻ എന്നതാണ് ചോദ്യം. ഇവയിൽ 4 എണ്ണത്തിൽ 3 എണ്ണം ഖത്തുമായി ബന്ധപ്പെട്ടവയാണ്. ഓപ്ഷൻ ബി ഡാക്കിയ എന്നാൽ പോസ്റ്റ്മാൻ, ഡാക് ടിക്കറ്റ് എന്നാൽ സ്റ്റാമ്പ്, ഡാക്ക്ഘർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്. എന്നാൽ ഡർന എന്നതിൻ്റെ അർത്ഥം പേടിക്കുക എന്നതാണ്. ഡർന പേടിക്കുക എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇവയിൽ ഓപ്ഷൻ എ കൂട്ടത്തിൽ പെടാത്തതാണ്. ഓപ്ഷൻ എ എന്നതാണ് ശരിയായ ഉത്തരം. तीसरा सवाल ये है, लफ्ज़ मशहूर का हम आवाज़ लफ्ज़ है. ലഫ്സ് മഷ്ഹൂർ എന്നതിൻ്റെ ഹം ആവാസ് ലഫ്സ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ മൻസൂർ, ഓപ്ഷൻ ബി മന്ദർ, ഓപ്ഷൻ സി മിനാർ, ഓപ്ഷൻ ഡി മസ്ജിദ്. മഷ്ഹൂർ എന്ന അതേ ശബ്ദത്തിൽ വരുന്ന ഒരേ ഒരു പദമാണ് ഈ 4 ഓപ്ഷനുകളിൽ ഉള്ളത്. മഷ്ഹൂർ, മൻസൂർ. ഇവയിൽ മഷ്ഹൂർ എന്നതിൻ്റെ സമാന ശബ്ദപദം മൻസൂർ എന്നതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. अगला सवाल ये है, पहेली पूछिए और सही जवाब चुनकर लिखिए. पानी पर मैं बहती हूँ, धीरे धीरे जाती हूँ, मछली जैसी चलती हूँ, बोलो बोलो कौन हूँ मैं. ഈ പഹേലി വായിച്ചതിന് ശേഷം ഇതിൻ്റെ ഉത്തരം എഴുതാനാണ് ചോദ്യം. പാനി പർ മേ ബഹത്തി ഹും, പാനിക്ക് മുകളിലൂടെ ഞാൻ ഒഴുകുന്നു. ധീരെ ധീരെ ജാത്തി ഹും, പതുക്കെ പതുക്കെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മച്ചലി ജേസി ചൽത്തി ഹും, ഞാൻ മച്ചലിയല്ല, മീനല്ല, മച്ചലിയെ പോലെ, മീനിനെ പോലെ ഞാൻ ചൽത്തി ഹും, ഞാൻ സഞ്ചരിക്കുന്നു. ബോലോ ബോലോ കോൻ ഹും മേ, ഞാൻ ആരാണെന്ന് പറയാമോ എന്നതാണ് ചോദ്യം. കഷ്തി, മച്ചലി, ഗാഡി, കടി. ഇവയിൽ മച്ചലി അല്ല എന്ന് ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. മച്ചലിയെ പോലെ എന്നാണ് പറയുന്നത്, അതുകൊണ്ട് മച്ചലിയല്ല. ഗാഡിയും ഘടിയുമൊന്നും പാനിയിൽ സഞ്ചരിക്കുന്നവയല്ല. ഇപ്പോൾ ബാക്കിയുള്ളത് കഷ്തി, തോണി മാത്രമാണ്. കഷ്തി, തോണി എന്നതാണ് ശരിയായ ഉത്തരം. വെള്ളത്തിലൂടെ ഒഴുകുന്നു, പതുക്കെ സഞ്ചരിക്കുന്നു, മച്ചലിയെ പോലെ സഞ്ചരിക്കുന്നു. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം 1, ഓപ്ഷൻ എ കഷ്തി. देखिए ये है अगला सवाल, इनमें एक सही जोड़ नहीं है, चुनकर लिखिए. താഴെ പറയുന്നവയിൽ 1 ശരിയായ ജോഡിയല്ല, അത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ്. ദുൽഹ, ദുൽഹൻ. ഇത് നമ്മൾ പരസ്പരം ഒരുമിച്ച് കേൾക്കുന്ന പദങ്ങളാണ്. ദുൽഹ, ദുൽഹൻ. വരൻ, വധു, വരൻ, വധു. നൗക്കർ, നൗക്കറാനി.
ജോലിക്കാരൻ ജോലിക്കാരി, നൗക്കർ നൗക്കരാനി. നാക്ക് നാനി, ഷേർ ഷേർനി. ഷേർ ഷേർനി എന്ന് പറഞ്ഞാൽ ആൺസിംഹം പെൺസിംഹം. എന്നാൽ നാക്ക് നാനി, നാക്ക് എന്നത് ഏക്ക് അസ ഹെ, ഉസു ഹെ, ഒരു അവയവമാണ്. ബദൻ ക ഹിസ്സ ഹെ, ശരീരത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ. നാക്ക് മൂക്ക്, നാക്ക് മൂക്കാണ്. നാനി, നാനി കമാന, നാനി എന്താണ്? ഒരു റിഷ്തേദാറാണ്, ഒരു വീട്ടിലുള്ള ഒരു അംഗമാണ്. ഉമ്മയുടെ ഉമ്മക്കാണ് നാനി എന്ന് പറയാം. അപ്പൊ നാക്ക് നാനി എന്നത് സഹീഹായ ജോഡി അല്ല. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അഗല സവാൽ ഏ ഹെ, റിംझिम रिमझिम बरस रहा है, छम 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 टपक रहा है, जोर से बादल गरज रहा है, पानी हर सौ बरस रहा है. इस शेर में किसके बारे में बयान है? കിസ്കെ ബാരേമേം എന്ന് ചോദ്യത്തിൽ വന്നാൽ ഇത് എന്തിനെ കുറിച്ചുള്ളതാണ് എന്നതാണ് അർത്ഥം. കിസ്കെ ബാരേമേം എന്ന് പറഞ്ഞാൽ കുറിച്ചുള്ളതാണ്, ആരെ കുറിച്ചുള്ളതാണ്, അതല്ലെങ്കിൽ എന്തിനെ കുറിച്ചുള്ളതാണ്. റിംझिम റിംझिम എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതെന്തിനെ കുറിച്ചായിരിക്കുമെന്ന്. ഓപ്ഷൻ എ ഗർമി, ഓപ്ഷൻ ബി ബാരിഷ്, ഓപ്ഷൻ സി സർദി, ഓപ്ഷൻ ഡി കഷ്തി. റിംझिम റിംझिम എന്നത് ബാരിഷിന്റെ ശബ്ദമായതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. ഓപ്ഷൻ ബി ബാരിഷ് എന്നത് തന്നെയാണ് ശരിയായ ഉത്തരം. देखिए अगला वर्ल्ड कप फुटबॉल, आलमी फुटबॉल वर्ल्ड कप फुटबॉल किस मुल्क में होने वाला है? किस देश में होने वाला है? ഏത് രാജ്യത്താണ് നടക്കാനിരിക്കുന്നത്? അടുത്ത ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് അമേരിക്ക, റൂസ്, ഖത്തർ, പാകിസ്ഥാൻ. അമേരിക്ക, അമേരിക്ക, റൂസ്, റഷ്യ, ഖത്തർ, ഖത്തർ, പാകിസ്ഥാൻ, പാകിസ്ഥാൻ. ഇവയിൽ അടുത്ത ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഖത്തറാണ്. ഓപ്ഷൻ സി ഖത്തർ ആണ് ശരിയായ ഉത്തരം. ये है 8वां सवाल, गाय का रंग काला है, उसके दूध का रंग क्या है? गाय का रंग काला है, പശുവിന്റെ നിറം കാല കറുപ്പാണ്. ഉസ്കെ ദൂദ് കാ രംഗ് ക്യാ ഹെ, അതിന്റെ ദൂതിന്റെ നിറം എന്താണ്? വളരെ സിമ്പിളായ ചോദ്യമാണ്. ഓപ്ഷൻസ് പീല, നീല, സഫേദ്, ഹര. ദൂതിന്റെ നിറം എല്ലായ്പ്പോഴും സഫേദ് ഹോത്തെ ഹെ, इसलिए यहाँ सही जवाब ऑप्शन सी सफेद. ഓപ്ഷൻ സി സഫേദ് എന്നതാണ്, വെള്ള എന്നതാണ് ശരിയായ ഉത്തരം. ये सवाल देखिए, हमारी रियासत केरला के मौजूदा वज़ीर तालीम कौन है? हमारी रियासत കേരള के നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ മൗജൂദ, മൗജൂദ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. മൗജൂദ എന്ന് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ, നിലവിലുള്ള എന്നതാണ് അർത്ഥം. ഈ പദം ചോദ്യത്തിൽ വരികയാണെങ്കിൽ നിലവിലുള്ളത് എന്നതായിരിക്കും. അതേസമയം പഹലെ എന്നാണെങ്കിൽ ആദ്യത്തെ എന്നതാണ് വരിക. ഇവിടെ നിലവിലെ വസീറെ താലീം ആരാണ്? ET മുഹമ്മദ് ബഷീർ, MA ബേബി, C രവീന്ദ്രനാഥ്, AK ബാലൻ. ഇവയിൽ हमारी रियासत केरला के मौजूदा वज़ीर तालीम ऑप्शन सी രവീന്ദ്രനാഥ് है. ऑप्शन सी ആണ് ശരിയായ ഉത്തരം. और एक सवाल, आज जुमारात है तो कल कौन सा दिन है? ആജ് ജുമാരാത്ത് ഹെ, ഇന്ന് ജുമാരാത്താണ്, ഇന്നത്തെ ദിവസം ജുമാരാത്താണ്. तो कल कौन सा दिन है? कल कौन सा दिन है? ദിൻ ഹെ എന്നായതുകൊണ്ട്, ദിവസം ആകുന്നു എന്നതായതുകൊണ്ട് കൽ എന്നതിൻ്റെ അർത്ഥം നാളെ ഏതു ദിവസം എന്നതാണ്. तो कल कौन सा दिन है, നാളെ ഏതു ദിവസം ആകുന്നു എന്നതാണ് അർത്ഥം. ഇന്നലെ ഏത് ദിവസമാകുന്നു എന്നല്ല ചോദിക്കേണ്ടത്. ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്നലെ ഏത് ദിവസം ആയിരുന്നു എന്നാണ് ചോദിക്കേണ്ടത്. ഹേ എന്നതിൻ്റെ അർത്ഥം ആകുന്നു എന്നതാണ്. അഥവാ അത് പ്രസൻറ്റിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ നാളെ ഹഫ്ത ക ദിൻ ഹെ, നാളെ ഹഫ്തയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം.
ये सवाल देखिए, मावेली स्टोर में 1 किलो चावल के लिए 25 रुपये है, 2 किलो के लिए कितने रुपये होंगे? മാവേലി സ്റ്റോറിൽ 1 കിലോ ചാവൽ के लिए 1 കിലോ അരിക്ക് 25 രൂപയെ 25 രൂപയാകുന്നു. 2 കിലോ के लिए 2 കിലോ ചാവലിന് കിത്തനെ രൂപയെ ഹോഗെ, എത്ര രൂപയായിരിക്കും എന്നതാണ് ചോദ്യം. ഇത് ഗിൻതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഉറുദുവിനോടൊപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. 2 കിലോ ചാവലിൻ്റെ വില 2 × 25. 2 × 25 എന്ന് പറയുമ്പോൾ 50. 50ന് ഉറുദുവിൽ 50 എന്നാണ് പറയുക. ഓപ്ഷൻസ് 40, 50, 30, 20 എന്നിവയൊക്കെ ഉണ്ട്. ഇവയിൽ ഓപ്ഷൻ ബി 50 എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മസ്ഹബ് നഹി സിഖാതാ ആപസ് മേ ബൈർ രഖ്നാ, हिंदी है हम वतन है हिंदुस्तान हमारा, बच्चों ये किसका शेर है? ഇത് വളരെ പ്രധാനപ്പെട്ട 2 വരികളാണ്. നമ്മൾ കഴിഞ്ഞ USS ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ്. മസ്ഹബ് നഹി സിക്കാത്ത എന്ന ഈ 2 വരികൾ ആരുടെ വരികളാണ് എന്ന ചോദ്യമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന നാം പഠിച്ച പദ്യത്തിലെ അവസാനത്തെ 2 വരികളാണിവ. ഈ കവിത എഴുതിയിട്ടുള്ളത്, ഈ പദ്യം എഴുതിയിട്ടുള്ളത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ്. ഓപ്ഷൻ എ മുഹമ്മദ് ഇഖ്ബാൽ എന്നതു തന്നെയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സഹീഹ് ജുംല കോൻസാ ഹെ, ശരിയായ ജുംല താഴെ പറയുന്നവയിൽ ഏതാണ്? ലഡ്കെ ഗേന്ദ് ഖേൽത്താ ഹെ, ലഡ്കെ ഗേന്ദ് ഖേൽത്തി ഹെ, ലഡ്കെ ഗേന്ദ് ഖേൽത്തി ഹൈ, ലഡ്കെ ഗേന്ദ് ഖേൽത്തേ ഹൈ. ഇവയിൽ ഈ സെന്റൻസിന്റെ എല്ലാം ആദ്യ ഭാഗമാണ് ആദ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ലഡ്ക, ലഡ്കി, ലഡ്കെ, ലഡ്കിയ. ലഡ്ക എന്ന് പറഞ്ഞാലും ലഡ്കി എന്ന് പറഞ്ഞാലും ഏകവചനമാണ്. ലഡ്കെ എന്ന് പറഞ്ഞാലും ലഡ്കിയാം എന്ന് പറഞ്ഞാലും ഒരുപാട് ആളുകൾ അഥവാ ബഹുവചനമാണ്. അപ്പോൾ ഏകവചനമാണെങ്കിൽ, ഏകവചനം ആണാണെങ്കിൽ കേൽത്താ ഹെ അഥവാ ലഡ്ക എന്നാണെങ്കിൽ കേൽത്താ ഹെ, ലഡ്കി എന്നാണെങ്കിൽ കേൽത്തി ഹെ, കേൽത്തി ഹെ. ഇനി ലഡ്കെ എന്നാണെങ്കിൽ ഏകവചനമല്ല, ബഹുവചനമാണ്. അതുകൊണ്ട് ഖേൽത്തേ ഹൈ എന്നാണ് വേണ്ടത്. ലഡ്കെ ഗേന്ദ് ഖേൽത്തേ ഹൈ എന്നതാണ് ശരിയായ ഉത്തരം. ഇനി ലഡ്കെ എന്നതിന് പകരം പെൺകുട്ടികളാണെങ്കിൽ ലഡ്കിയ എന്നാണ് പറയുക. അപ്പൊ ലഡ്കിയ ഗേന്ദ് ഖേൽത്തി ഹൈ. ഓപ്ഷൻ സിയിലുള്ളത് പോലെയാണ് പെൺകുട്ടികളാണെങ്കിൽ വരിക. ഇവിടെ ആൺകുട്ടികളായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ലഡ്കെ ഗേന്ദ് ഖേൽത്തേ ഹൈ, ഖേൽത്തേ ഹൈ. സാരേ ജഹാ സെ അച്ഛയിലെ മറ്റൊരു ചോദ്യം, ഷേർ കാ ദൂസരാ മിസ്ര ചുൻകർ ലിഖിയെ, ഷേറിലെ 2ാമത്തെ വരി എഴുതുക എന്നതാണ് ചോദ്യം. പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ആസ്മാൻ കാ ഡാഷ് എന്നാണുള്ളത്. ആ ഡാഷുള്ള വരിയിൽ ഏത് വരിയാണ് വരിക എന്നതാണ് എഴുതേണ്ടത്. ഗുൽഷൻ ഹേ ദിൻ കെ ദം സെ റിഷ്കെ ജിനാ ഹമാര, ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദുസ്താ ഹമാര, वो संतरी हमारा वो पासबा हमारा, हम बुलबुले है इसकी ये गुलसिता हमारा. पर्वत वो सबसे ऊंचा ഹംസായ ആസ്മാൻ കാ കഴിഞ്ഞ് അടുത്തതായി വരുന്നത് ഓപ്ഷൻ സി ആണ്. വസന്തരി ഹമാര, വസന്തരി ഹമാര വോ പാസ്ബാ ഹമാര എന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്തത് ജോ ബോയേഗ വോ കാട്ടേഗ, ഇസ്കാ സഹി മത്ലബ് ഹെ, ഈ പ്രയോഗത്തിൻ്റെ ശരിയായ മത്ലബ് എന്താണ് എന്നതാണ്, ആശയം എന്താണ് എന്നതാണ്. 4 ആശയങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന് യോജിച്ച ശരിയായ മത്ലബ് ഏതാണ് എന്ന് എഴുതാനാണ്. ഒന്നാമത്തേത് ജോ ബീമാർ ഹെ ദവാ പീത്താ ഹെ, ആര് രോഗിയാണോ അയാൾ ദവാ പീത്താ ഹെ മരുന്ന് കുടിക്കുന്നു. ജോ ഭൂക്കാ ഹെ, ആർക്കാണോ വിശപ്പുള്ളത് അവൻ ഖാന ഖാത്താ ഹെ ഭക്ഷണം കഴിക്കുന്നു.
ജോ പ്യാസാ ഹെ വോ പാനി പീത്താ ഹെ. ആരാണോ പ്യാസായിട്ടുള്ളത്, ദാഹിച്ചവശനായിട്ടുള്ളത്, വോ പാനി പീത്താ ഹെ, അവൻ വെള്ളം കുടിക്കുന്നു. ജോ കാം കർത്താ ഹെ, ആരാണോ ജോലി ചെയ്യുന്നത്, വോ ഫൽ പാത്താ ഹെ, അവൻ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഫലം കഴിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവന് അർഹിക്കുന്നു, വാങ്ങുന്നു എന്നതൊക്കെയാണ് അർത്ഥം. അപ്പോൾ ജോ ബോയേക വോ കാട്ടേക എന്ന് പറഞ്ഞാൽ വിത്ത് വിതച്ചവൻ ഫലം കൊയ്യും എന്നതാണ് അർത്ഥം. ഈ അർത്ഥത്തിൽ വരുന്നത്, ഈ ആശയത്തിൽ വരുന്നത്, ഈ 4 എണ്ണത്തിൽ അവസാനത്തെ ഓപ്ഷൻ ഡി ആണ്. ജോ കാം കർത്താ ഹേ വോ ഫൽ പാത്താ ഹേ എന്നതാണ് ഇതേ ആശയത്തിൽ വരുന്ന ശരിയായ ആശയമായി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം.